അതെ ആ കണ്ണാടി. ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു ലിറ്റിൽ ബിറ്റ് ഓഫ് മൈ ലൈഫ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. സാധാരണ എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കാണ് എൻ്റെ പതിവ്. ഇന്ന് ഞാൻ ലേറ്റായിട്ട് തന്നെ എണീറ്റിരുന്നു. പക്ഷേ ഒരു കാരണമുണ്ട്. ഇന്നലെ മോനിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി ഞാൻ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് ഇന്നൊരു മോർണിംഗ് വ്ളോഗ് അല്ല, ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഇന്ന് വീട്ടിൽ വലിയ സ്പെഷ്യലൊന്നുമല്ല, പക്ഷേ മെനു എനിക്ക് സ്പെഷ്യലാണ്. ലഞ്ചിനുള്ളത് മുരിങ്ങാക്കായ് കറിയും നല്ല ക്രിസ്പി മീൻ പൊരിച്ചതും പിന്നെ ബീൻസിൻ്റെ തോരനുമാണ്. സിമ്പിൾ ഫുഡാണ്. എസ്പെഷ്യലി ഉമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറിയും എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ്. തക്കാളിക്കറി ആണെങ്കിൽ എനിക്കത് ഭയങ്കരമാണ്. ഞാൻ വീട്ടിലില്ലാതെ എവിടെയെങ്കിലും പോയി തിരിച്ച് വരികയാണെങ്കിൽ ഞാൻ ആദ്യം കിച്ചണിലേക്കാണ് പോവുക. ആദ്യം പാത്രം തുറന്ന് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് എന്ത് കറിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് മിക്സ് ചെയ്ത് കഴിക്കലാണ് എൻ്റെ ഒരു മെയിൻ ഹാബിറ്റ്. പിന്നെ അപ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മൻ്റെ കൈപ്പുണ്യം ഭയങ്കരമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എവിടെ പോയാലും ഉമ്മൻ്റെ ടേസ്റ്റ് കിട്ടലില്ല. സത്യത്തിൽ നമ്മൾ സ്വന്തം വീട്ടിലെ ഫുഡിന് സ്പെഷ്യൽ ഒരു മാജിക് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ കത്തിയടിക്കണില്ല. അപ്പോൾ നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കാം. കുറച്ച് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ഡെസേർട്ടാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യണത്. സത്യത്തിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് എന്തുണ്ടാക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ടേസ്റ്റ് സൂപ്പർ ആയാലും ഇല്ലെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും ഒന്നും പറയില്ല എന്നുള്ള സമാധാനം. എല്ലാം സന്തോഷത്തോടെ ഉണ്ട് കഴിച്ചോളൂ. പിന്നെ ഒരു പ്രത്യേക കംഫർട്ട് സോണാണ് ഇവിടെ. അതുകൊണ്ടാണ് എനിക്ക് പുതിയ പുതിയ റെസിപ്പീസൊക്കെ കൂടുതലായി ട്രൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. സക്സസ് ആകുമോ ഇല്ലേന്നൊന്നും എനിക്ക് കൂടുതൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ സെയിം സെക്യൂർ ഫീലിങ്സ് പേഴ്സണലി കിട്ടില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? സ്വന്തം വീട്ടിലുള്ള ആ ഫ്രീഡം കംഫർട്ടും വേറെ എവിടെ കിട്ടല്ലേ? എന്തായാലും ഇന്നത്തെ ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് കണ്ടാലോ. ഇതിനായി വേണ്ടത് നല്ല പഴുത്ത മാംഗോ, മിൽക്കി മെയ്ഡ്, ചൈന ഗ്രാസ്, കുറച്ച് വെള്ളം, കുറച്ച് പാല്, പിന്നെ സാബൂനരി. പിന്നെ ഓപ്ഷണലായി നട്ട്സ് അല്ലെങ്കിൽ എക്സ്ട്രാ മാംഗോ പീസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ബ്ലെൻഡർ ജാർ ഒന്ന് മാറി, അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യട്ടെ. ഈ മാംഗോ പീസ് ബ്ലെൻഡർ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് സ്മൂത്ത് പ്യൂരി ആക്കാം. ഇത് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മാംഗോ പ്യൂരിലേക്ക് മിൽക്കി മെയ്ഡ് ചേർക്കാം. ഞാൻ ഇപ്പോൾ സ്വീറ്റ്നെസ്സിനായിട്ട് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഇത് നിങ്ങളെ സ്വീറ്റ്നെസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തൊരു ക്രീം ബേസ് റെഡിയാക്കി വെക്കാം. ഈ സമയം കൊണ്ട് ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ തുറന്ന് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. പാലും മിൽക്കി മെയ്ഡും ഒക്കെ ഞാൻ പുറത്തെടുത്ത് വെക്കുകയാണ്. ഇനി സ്റ്റൗവിലേക്ക് മൂവ് ചെയ്യാം. സാബുനരി ഞാൻ നന്നായി കഴുകിയ ശേഷം വെള്ളത്തിൽ സ്റ്റൗവിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്ത് ട്രാൻസ്പാരൻ്റ് ആയി വരുന്നത് വരെ വേവിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടുക. അപ്പോൾ കുക്കായി കഴിഞ്ഞാൽ ഇത് കുറച്ച് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. ഇനി അടുത്തത് ഞാൻ ചൈന ഗ്രാസ് ചെറിയ പീസസ് ആക്കി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗവ് വെച്ച് കംപ്ലീറ്റ് ഡിസോൾവ് ആക്കണ വരെ ഹീറ്റ് ചെയ്യണം. ഇത് ബോയിലാവാതെ ഡിസോൾവ് ആയാലും മതി. ചൈന ഗ്രാസ് ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂൾ ചെയ്യാൻ കാത്തിരിക്കും. ഇപ്പോൾ കൂളായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മാംഗോ മിക്സർ സ്ലോലി ചേർക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലംസം വരില്ല. പക്ഷേ ഞാൻ അങ്ങനെ മിക്സ് ചെയ്യണില്ല, എനിക്ക് ചെറുതായിട്ടൊന്ന് കടിക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഷുഗറും പിന്നെ കുറച്ച് കടലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ സർവിങ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതാണ് ഞങ്ങളെ വീട്ടിലെ സ്ഥിരം ഗസ്റ്റ്, ഞങ്ങളെ പൂച്ച സുന്ദുമണി. ഞങ്ങൾ പ്രോപ്പറായി വളർത്തുന്ന പൂച്ചയൊന്നുമല്ല, എങ്ങനെയോ കുഞ്ഞായിരിക്കുമ്പോൾ ഇവിടെ വന്ന് കിട്ടിയതാണ്. പിന്നെ ഉമ്മ പാലൊക്കെ എടുത്ത് ടേക്ക് കെയർ ചെയ്ത് ഇങ്ങനെ സ്ലോലി നമ്മളെ വീട്ടുകാരനായി. ഇനി ഈ മാംഗോ പ്യൂരി കുറച്ചൊന്ന് ലൂസൺ ചെയ്യാൻ ഞാൻ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്സ്ചർ കൂടുതൽ സ്മൂത്തും ക്രീമിയും ആവും. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാംഗോ പീസ് കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഫൈനൽ ടച്ചിന് ഫ്രഷ് മാംഗോ ക്യൂബ്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ കാണാനും ക്യൂട്ടാനും കഴിക്കാനും ടേസ്റ്റാണ്. വേവിച്ച് വെച്ച് സാഗോ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാംഗോ മിക്സിലേക്ക് ആഡ് ചെയ്യുകയാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെസേർട്ടിൻ്റെ ബേസ് റെഡിയായി. പിന്നെ നമ്മുടെ ഈ ക്രീം ബേസിലേക്ക് ഞാൻ കുറച്ച് മിൽക്കി മെയ്ഡ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോ മിക്സിലും ഞാൻ ഓരോ സ്പൂൺ എടുത്ത് കഴിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോഴത്തേനും നമ്മളെ കുഞ്ഞുമോനെ എഴുന്നേറ്റിട്ടുണ്ട്. എണീറ്റ് ഉടനെ മറ്റാളും ഫുൾ മൂഡിലാണ്. ചെറിയ കംപ്ലയിൻസും കുറച്ച് സങ്കടങ്ങളും പിന്നെ നമ്മൾ അറ്റൻഷൻ മുഴുവൻ അവനക്ക് വേണം. അതുകൊണ്ട് ഞാൻ ആദ്യം ആ മിഷൻ തന്നെ തീർത്ത് അവനൊന്ന് സെറ്റിലാക്കണം. കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ മൂഡൊന്ന് ഓക്കെ ആയാൽ
ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ആൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും കൂടി പറ്റുള്ളൂ. അപ്പോൾ അവന് ഹാപ്പി ആണെങ്കിൽ മാത്രമേ ഇന്നത്തെ കുക്കിങ്ങും ഡെസേർട്ടും ഒക്കെ സ്മൂത്തായി നടക്കുള്ളൂ. അപ്പോഴേക്കും സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല അടിപൊളിയായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ കാണാവുന്ന സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് അല്ലേ. ഇനി ഇത് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് ഡെസേർട്ടിലേക്ക് മിക്സ് ചെയ്യാനാണ് പോകുന്നത്. ഡെസേർട്ടിലേക്ക് മിക്സ് ചെയ്യാൻ ഇതാണ് പെർഫെക്റ്റ്. കട്ട് ചെയ്ത എല്ലാ ജെല്ലി പീസും ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ഡെസേർട്ടിലേക്ക് മിക്സ് ചെയ്ത് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഡെസേർട്ടിന് ടേസ്റ്റ് മാത്രമല്ല കാണാനും കുറച്ച് മോർ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡിയായി. ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മാത്രം മതി. ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഇയാൾ വന്നിട്ട് ഫിഷ് ഫ്രൈ ഓൾമോസ്റ്റ് ഇന്ന് തീർത്ത്. അപ്പോൾ ഇനി ഉമ്മാൻ്റെ അടുത്തുള്ളത് ഞാൻ കേൾക്കണം. എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോകാനിരിക്കുകയാണ്. പുറത്ത് പോയി തിരിച്ച് വരുമ്പോൾ ഒരു സ്ഥിരം സീനുണ്ട്. ഞാൻ വരുന്ന സൗണ്ട് കേട്ടാൽ തന്നെ ലേസുമോൻ ഓടി വരും. പിന്നെ എന്നെക്കായും നല്ലൊരു വെൽക്കമിങ് ചെയ്യാൻ റെഡി ആയിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ലേബുവാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ജോർജ് സാറ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജോർജ് സാറ് വന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അതിനിടയിൽ ഞാൻ കുട്ടികളെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തുകയാണ്. അങ്ങനെ ഫൈനൽ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ജോർജ് സാറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി കുറ്റിപ്പുറത്തേക്ക് പോകാനാണ്. അപ്പോൾ എൻ്റെ ഉമ്മാനോട് ബായ് ബായ് ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ടാറ്റാ പറഞ്ഞു. നേരെ ഇനി നമ്മൾ അവിടെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ അവനെടുത്ത് വലിച്ചെറിയണേ. അവനെടുക്കണതൊക്കെ ഞാൻ തിരിച്ച് റാക്കിലേക്ക് തന്നെ വെക്കണതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ അവന് നിലത്തേക്ക് വലിച്ചെറിയണേ. ഞാനിപ്പോൾ കുറേ ആയി നല്ല രീതിയിൽ തടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഡയറ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡയറ്റ് ഫുഡൊക്കെ വാങ്ങിച്ച് ഇനി ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. പൊട്ടാറ്റോ കണ്ണാടി അതെ ആ കണ്ണാടി